ഇടുക്കി മാങ്കുളം ആനക്കുളം റോഡിലെ അപകട സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുകയാണ്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും വഴി പരിചയമില്ലാത്തതുമാണ് ഒട്ടുമിക്ക അപകടങ്ങൾക്ക് കാരണമെന്നും പരാതിയുണ്ട്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ് ഒരു കുട്ടിയടക്കം 4 പേർ മരിച്ചിരുന്നു. പത്താമത്തെ ട്രാവലറാണ് തോന്നുന്നത് ഇപ്പോൾ ഈ വന്ന് മറിഞ്ഞത്. അപ്പോൾ ആദ്യമൊക്കെ ഈ വളവ് നൂർത്തായിരുന്നെങ്കിൽ ഇത് കുഴപ്പം ഇത്രയും അപകടം സംഭവിക്കില്ലായിരുന്നു. അവിടെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പിന്നെ ഇത് ഇത്ര വളവുണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ. അതാണ് കൂടുതൽ അപകടം നടക്കുന്നത്. വളവ് നൂർത്തുന്നെങ്കിൽ ഞങ്ങളുടെ ഈ സെൻറ്റ് നേരെ എടുത്തോളാൻ പറഞ്ഞതാണ്, കെട്ടിത്തരണമെന്ന് പറഞ്ഞതായിരുന്നു. അവരത് ചെയ്തില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, ഈ അപകടങ്ങൾ തുടർക്കഥയാണ് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നോക്കൂ, 4 ജീവനുകൾ പൊലിയേണ്ടി വരുന്നു ഇങ്ങനെ അധികൃതർക്ക് ഒരു പരിശോധന നടത്താൻ വേണ്ടി തന്നെ. അതുകൊണ്ട് തന്നെ വലിയൊരു സങ്കടം ഈ വിഷയത്തിലുണ്ട്. എന്താണ് സ്ഥിതി? പരിശോധന ഇപ്പോഴും തുടരുകയാണോ? രേഷ്മ, ഏറ്റവും പ്രധാനമായ കാര്യം നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ്. ഈ പ്രദേശത്ത് കാലങ്ങളായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതാണ്ട് 10ലധികം അപകടങ്ങൾ സമാനമായ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം പലതവണ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിലൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപണമായി പറയുന്നത്. ഏറ്റവും പ്രധാനമായ കാര്യം ഈ പ്രദേശത്തേക്കുള്ള റോഡാണ്. നിലവാരമുള്ള റോഡാണ്, അടുത്തിടെ പുതുക്കിപ്പണിത റോഡാണ്. നല്ല രീതിയിൽ റോഡ് പുതുക്കിപ്പണിതിട്ടുണ്ട്. സമീപത്തെ ക്രാഷ് ബാരിയറുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അശാസ്ത്രീയമായ രീതിയിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ക്രാഷ് ബാരിയറുകളെല്ലാം സുരക്ഷ ഒരുക്കാനാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും ഏത് സമയത്തും ആർക്കും പിഴുതുമാറ്റാവുന്ന അവസ്ഥയിലാണ്. അത്രമാത്രം ബലമേ ഉള്ളൂ എന്നും നാട്ടുകാർ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വളവ് നിവർത്തുന്നതിന് സമീപവാസി തന്നെ നേരത്തെ സ്ഥലം വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുള്ളതുമായിരുന്നു. പക്ഷേ അതൊന്നും പരിഗണനയിൽ എടുക്കാതെ തന്നെ ഈ റോഡ് നിലവിലുള്ള രീതിയിൽ തന്നെ ആ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുകയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അപകടത്തിന് വഴിയൊരുക്കിയത് എന്നാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ആനക്കുളം എന്ന് പറയുന്നത് പ്രധാനമായുള്ള ഒരു വിനോദസഞ്ചാര മേഖലയാണ്. കാട്ടാനകളെ ഏറ്റവും സുരക്ഷിതമായി അടുത്ത് കാണാനുള്ള സൗകര്യം വനം വകുപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എത്തുന്നതോടുകൂടി തന്നെ അത്ര തന്നെ അപകടങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിന് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാർ നേരത്തെ തന്നെ പറയുന്നത്. ചെറിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ് പ്രദേശത്തുള്ളത്. ഈ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തകർത്താണ് ഈ വാഹനം അടക്കം താഴേക്ക് പോയത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മൂന്നാർ സന്ദർശനത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നതിനിടയിലാണ് ഈ ആനക്കുളം കുവൈറ്റ് സിറ്റിക്ക് സമീപം പേമരം വളവിൽ വെച്ച് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ താഴേക്ക് പതിച്ചത്. ഏത് രീതിയിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ഉള്ള ഒരു പരിശോധനയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ നടത്തുന്നത്. വാഹനത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരുന്നോ, ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ എന്നുള്ളതടക്കം ഈ പരിശോധനയിൽ നിന്നാണ് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമികമായിട്ടുള്ള നിഗമനം അനുസരിച്ച് ഈ വഴി പരിചയമില്ലാത്തതും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും ഈ കൊടുംവളവുകൾ ഇതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രൈവർമാർക്ക് പൊതുവെ പരിചയക്കുറവുള്ള ഒരു ഇടം കൂടിയാണ് ഇവിടെ. അത് അത്തരത്തിലൊരു നിഗമനം ആണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും 4 പേർ, ഒരു കുട്ടിയടക്കം, 1 വയസ്സുള്ള കുട്ടിയടക്കം 4 പേർ മരിച്ചു, 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ഒരു ആശ്വാസ വാർത്ത, 11 പേർ അപകടനില തരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. രേഷ്മ, സിജോ, മറ്റൊരു കാര്യം കൂടി, ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എന്തായി? എപ്പോഴാണ് മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? ഒപ്പം പരിക്കേറ്റ ആളുകളൊക്കെ അപകടനില തരണം ചെയ്തു എന്നുള്ളത് ആശ്വാസകരമാണ്. ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണോ അവരൊക്കെ? നിലവിൽ ഈ പരിക്കേറ്റ എല്ലാവരെയും തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലും പോലീസിൻ്റെ എല്ലാം സഹകരണത്തോടുകൂടി തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മരിച്ചവർ തേനി സ്വദേശികളായ ഗുണശേഖരൻ, അവിനേഷ് മൂർത്തി, 1 വയസ്സുള്ള മകൻ തൻവിക്, ഈറോഡ് സ്വദേശി സേതു എന്നിവരാണ്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർ ഇപ്പോഴും ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ, ഒപ്പം തന്നെ അടിമാലി തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ, തൊടുപുഴയിൽ ആശുപത്രിയിൽ, ഇങ്ങനെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. രേഷ്മ.